നമസ്കാരം. മാനന്തവാടി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഡേറ്റ അനാലിസിസ് ആണ്, വോട്ട് അനാലിസിസ് ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. 2016 വോട്ട് നോക്കുകയാണെങ്കിൽ മാനന്തവാടിയിൽ LDF UDF തുല്യ ശക്തികളാണ്. LDF ഒരു 1300 വോട്ടിന് ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. 62,000 വോട്ടിന് LDF നേടിയപ്പോൾ UDF 61,000 വോട്ട്, 1300 വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ. NDA 16,000 വോട്ടുള്ള ഒരു മണ്ഡലമാണ്. 2016 തന്നെ 15,000 കൂടുതൽ, 15,000 വോട്ടിൽ കൂടുതലുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ മാനന്തവാടി 2021 അസംബ്ലിയിലെത്തുമ്പോൾ LDF വോട്ട് കൂട്ടിയിട്ടുണ്ട്, വിൻ മാർജിനും കൂട്ടി. 1,300 വോട്ടിന് ജയിച്ചെടുത്ത് 9,000 വോട്ട്, 10,000 അടുത്ത് വോട്ട് ജയിക്കുകയാണ് ചെയ്തിരുന്നത്. LDF 72,000 വോട്ട് പിടിച്ചപ്പോൾ UDF 63,000 വോട്ടാണ് പിടിച്ച്. NDA 13,000 വോട്ട്, NDAയുടെ വോട്ടിൽ കുറവ് വന്നിട്ടുണ്ട്. 2024 ലോക്സഭ വീണ്ടും വലിയൊരു കുതിച്ചാട്ടം രാഹുൽ ഗാന്ധിയാണ്. ഓക്കെ, അതുകൊണ്ടാവാം ഇത്രയും വലിയ വ്യത്യാസം. അതുകൊണ്ട് പിന്നെ നമുക്ക് വയനാട് ആയതുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിച്ചതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ഡേറ്റയായിട്ട് UDF മുഴുവനായിട്ടും പറ്റില്ലെങ്കിലും അത്രയും പേരിലും UDF വോട്ട് ചെയ്യാൻ തയ്യാറായി എന്നുള്ളത് ഒരു വലിയൊരു പാറ്റേൺ ആണ് കേട്ടോ. ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം LDF കമ്മ്യൂണിസ്റ്റ് ചിഹ്നത്തിൽ നിന്ന് മാറി ചിലപ്പോൾ കൈപ്പത്തി ആദ്യമായിട്ട് കുത്തിയവരുണ്ടാവും. എന്നാലും അങ്ങനൊരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ അദ്ദേഹം വന്നപ്പോൾ പറ്റിയെന്നുള്ള വലിയൊരു കാര്യമാണ്. 2024 വോട്ട് നോക്കുവാണെങ്കിൽ 79,000 വോട്ടിന് UDF, 40,000 വോട്ടിന് LDF. NDA വോട്ട് ഷെയർ കൂട്ടിയിട്ടുണ്ട്, നല്ലപോലെ കൂട്ടിയിട്ടുണ്ട്, 10,000 വോട്ടോളം കൂട്ടിയിട്ടുണ്ട്, 25,000 ആയിട്ടുണ്ട്. ഇപ്പോൾ 38,000 വോട്ടിന് UDF വിജയിച്ചു. നമുക്ക് അതിൻ്റെ വോട്ടിൻ പാറ്റേൺ നോക്കുവാണെങ്കിൽ 62,000 വോട്ടിന് മാനന്തവാടി ജയിച്ച 2016 62,000 വോട്ടുണ്ടായിരുന്നു LDFന്. 10,000 വോട്ട് കിട്ടി. 72,000 2021, 72,000 നിന്ന് 40,000 32,000 വോട്ട് കുറവാണ്. പക്ഷേ ഇപ്പോഴും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല പാർട്ടി വോട്ടെന്നൊന്നും. UDFൻ്റെ വോട്ടും അങ്ങനെ തന്നെ 61,000 ആയിരുന്നു, 63,000 ആയി. 2,000 വോട്ട് കൂട്ടിയത് പെട്ടെന്ന് 79,000 ആയിട്ടുണ്ട്. NDAയുടെ വോട്ട് ഷെയർ നോക്കുകയാണെങ്കിൽ 16,000 13,000 ഡിക്ലൈൻ ചെയ്തെങ്കിലും 25,000 വോട്ട് കൂടിയിട്ടുണ്ട്. അതൊരു കാര്യമാണ്. രാഹുൽ ഗാന്ധി നിന്നിട്ടും NDAയുടെ വോട്ട് കൂടി, പക്ഷേ LDFൻ്റെ വോട്ട് കുറഞ്ഞു. എന്തായാലും അതൊരു കൗതുകരമായിട്ടൊരു വസ്തുതയാണ് കേട്ടോ. ഇപ്പം 3 എണ്ണം നോക്കുകയാണെങ്കിൽ 2 LDF 2 തവണയും വിജയിച്ചൊരു മണ്ഡലമാണ് അസംബ്ലിയിൽ. ലോക്സഭ വന്നപ്പോൾ UDFനാണ് ഇത് അപ്പർ ഹാൻഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മിക്സഡ് മണ്ഡലമാണ്, ആർക്കും ഒരു അപ്പർ ഹാൻഡ് പറയുന്നില്ല ഞാൻ. എന്നാലും ഒരു LDF അസംബ്ലിയിൽ LDF ആണെന്നൊരു മുൻതൂക്കമുണ്ട്, എങ്കിലും നേരിയ മുൻതൂക്കമേ ഉള്ളൂ. അപ്പോൾ 2026 ആര് എടുക്കും മാനന്തവാടി എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇതേപോലെ എല്ലാ മണ്ഡലത്തിൻ്റെയും വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.